ഹലോ, ഇന്ന് ശനിയാഴ്ചയായിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നല്ല സുഖമില്ല കേട്ടോ. ജലദോഷം വരാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പക്ഷെ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടില്ല. അത് ഇനി കാര്യമായെങ്കിൽ ഡോക്ടറെ അടുത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് നേരം വൈകിട്ടുണ്ടായിരുന്നു എണിക്കാൻ. പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കി, നൂൽപുട്ടിലേക്ക് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ നൂൽപുട്ടിൻ്റെ മാവ് ലാസ്റ്റ് ഞാൻ കുറച്ചെടുത്തിട്ട് ഇതുപോലെ 2 കൊഴക്കട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ കുടിക്കണതിന് മുന്നേ തന്നെ ഞാൻ മല്ലി വറുക്കാനായിട്ട് നിന്നു കേട്ടോ. കുറേ ആയിട്ടുണ്ട് മല്ലി കൊടുന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇന്നത് അങ്ങോട്ട് വറുത്തിട്ട് പൊടിക്കാൻ കൊണ്ടുപോവാം എന്നൊക്കെ വിചാരിച്ചിട്ട് അത് ആദ്യം അങ്ങോട്ട് വറുത്തിച്ചു കേട്ടോ. പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ചായയൊക്കെ കുടിക്കാൻ വന്നത്. അപ്പോൾ നൂൽപുട്ടും തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ കുടിച്ചു. കൊഴുക്കട്ട നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ പെട്ടെന്നാണ് ഇതുപോലെ ഒരു ബോധ്യമൊക്കെ വരിക. ഇതുപോലെ തന്നെയാണ് കേട്ടോ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കുന്നതും. ചില സമയത്ത് പത്തിരിയും തേങ്ങാപ്പാൽ അതുപോലെ നൂൽപുട്ടും തേങ്ങാപ്പാലൊക്കെ കഴിക്കാൻ എനിക്ക് തോന്നും. അപ്പോൾ പിന്നെ നമ്മളത് ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട് കേട്ടോ. മീനൊക്കെ നന്നാക്കി എടുക്കട്ടെ. ഇന്നിപ്പോൾ പുറത്ത് പോയിട്ട് ഇരിക്കാനൊന്നും എനിക്കൊരു മൂഡില്ല. ഞാൻ ഇന്ന് സിംഗിൾ വെച്ചിട്ട് തന്നെയാണ് മീൻ നന്നാക്കണ കേട്ടോ. ഇപ്രാവശ്യം വാങ്ങിച്ച മുളക് നല്ല എരിവുള്ളതാണ് കേട്ടാ. ഇടണ നേരത്തെ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അങ്ങോട്ട് ഇടുന്നിട്ട് അച്ചിട്ട് പറയുകയും ചെയ്യൂട്ടാ, എന്ത് എരിവാണ് കറി, ഇങ്ങനെ ഇത്തിരി എരിവ് കുറച്ചുകൂടെ എന്നൊക്കെ പറയാറുണ്ട്. ഇത് വറുത്താ നല്ല രസമാണല്ലേ. എൻ്റെ വിറക് മുഴുവൻ തീർന്നാലേ സിലിണ്ടർ വാങ്ങിക്കുള്ളൂ എന്നുള്ള ഒരു വാശിയിലാണ് കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, നമുക്ക് വിറക് വരില്ലല്ലോ. അതുകൊണ്ട് ഉള്ള വിറകൊക്കെ ഇങ്ങനെ നാശാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗ്യാസ് വാങ്ങിക്കാത്തതാണ്. വാശിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ചിലരെന്നെ വാശിക്കാരി എന്ന് പറയാറുണ്ട് കേട്ടോ. സത്യത്തിൽ ഞാനൊരു പാവാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ. പറഞ്ഞു പിടിച്ചിട്ട് നമ്മുടെ മീൻകറി മീൻ വറുത്തതൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ ഉപ്പേരിയൊന്നും ഇല്ലാത്ത കാരണം കുറച്ച് സവോളൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങളെ ചോറിനലൊക്കെ കഴിഞ്ഞപ്പോഴേ വാതിലൊക്കെ അടച്ചിട്ട് ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാട്ടോ. പോണ വഴിക്ക് 2-3 ഈത്തപ്പഴമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 എടുത്തുള്ളൂ കേട്ടോ. ഒരെണ്ണം അവിടെ തന്നെ വെച്ചു. പിന്നെ നേരെ റൂമിലേക്ക് വന്നു. അപ്പോൾ ഇന്നലെ ഏട്ടനേറ്റ് 1-2 പറഞ്ഞിട്ട് ഉടക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വിളിക്കുമ്പോഴൊക്കെ കോളർ റിജക്റ്റ് ചെയ്യായിരുന്നു കേട്ടോ. അത് പെട്ടെന്ന് ശരിയാവും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണ്. അപ്പോൾ ഇത്രയ്ക്കുള്ള താങ്ക് യു.